കാഞ്ചിയാർ പേഴുങ്കണ്ടത്ത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ട്രഞ്ച് നിർമ്മിച്ചു. മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമായ സാഹചര്യത്തിലാണ് 1980 കാലഘട്ടത്തിൽ നിർമ്മിച്ച ട്രഞ്ച് നാട്ടുകാർ പുനർനിർമ്മിച്ചത്. ഹൈറേഞ്ചിന്റെ കുടിയേറ്റ ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന കാഞ്ചിയാറിൽ ജനവാസ മേഖല വനാതിർത്തിയുമായി അതിരു പങ്കിടുന്ന പ്രധാന ഇടമാണ് പേഴുങ്കണ്ടം. മേഖലയിൽ കാട്ടാനയടക്കമുള്ള വന്യമൃഗശല്യം രൂക്ഷമായതോടെ നാട്ടുകാരുടെ ശ്രമഫലമായിട്ടാണ് ട്രഞ്ച് നിർമ്മിക്കുന്നത്. 1980 കാലഘട്ടത്തിൽ വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് കടന്ന് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയതോടെ നാട്ടുകാർ വലിയ ട്രഞ്ച് കുഴിച്ചിരുന്നു. കാലക്രമേണ ഇവ മൂടിപ്പോയി. ഏതാനും നാളുകളായി മേഖലയിൽ കാട്ടാനയടക്കം വനമേഖലയുടെ അതിർത്തി കടന്ന് ജനവാസ മേഖലയിലേക്ക് എത്തി നാശനഷ്ടങ്ങൾ വരുത്താൻ തുടങ്ങി. തുടർന്നാണ് നാട്ടുകാർ മുന്നിട്ടിറങ്ങി പണം സുരുക്കൂട്ടി ട്രഞ്ച് നിർമ്മിക്കുന്നത്. വനംവകുപ്പിന്റെ അനുമതിയോടെയാണ് നടപടി. അപ്പോൾ ഇവിടെയും അതിന്റെ ഒരു ബാലൻസ് ആയിട്ട് വരുന്ന ഈ ഭാഗത്തുണ്ടായിരുന്നു. ഈ ഭാഗത്തും ഈ അടുത്ത നാളുകളിൽ വീണ്ടും ആനയുടെ സാന്നിധ്യം വന്നപ്പോൾ ഇവിടുത്തെ കർഷകർ നമ്മളുമായിട്ട് ആലോചിച്ചതിന് ശേഷം അവർക്ക് ഇങ്ങനെ ഒരു പെർമിഷൻ വേണമെന്ന് പറഞ്ഞ് അവിടെ ചെയ്ത മാതിരി തന്നെ അപ്പോൾ ഇവിടെയും നമ്മൾ അവർക്ക് കർഷകരാണ് ഇപ്പം അവരുടെ ഇവിടുത്തെ ഒരു കൂട്ടായ്മ ചേർന്നുകൊണ്ട് ഇപ്പൊ 600 മണിക്കൂറാണ് ഇപ്പോൾ ഈ വണ്ടി ഇവിടെ വന്ന് പണിത്. ഇപ്പോൾ ഏകദേശം ഒരു 300-350 മീറ്ററോളം ഇവിടെ കൃത്യമായ രീതിയിൽ നമുക്ക് ട്രെഞ്ച് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്ന ഒരു മുന്നോട്ട് വെച്ചത് അവർക്ക് ഇത്ര രൂപ ആയത് അവർക്ക് ഏതെങ്കിലും രീതിയിൽ വനംവകുപ്പിന്റെ ഫണ്ട് വരുന്ന മുറയ്ക്ക് തരണമെന്നൊരു അഭ്യർത്ഥന ഉണ്ടായിരുന്നു. അത് ഞാൻ കോട്ടയം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അഞ്ചുരുളി വനസംരക്ഷണ സമിതിയുടെ കീഴിൽ ഇവിടെ നമ്മളൊരു എക്കോ ടൂറിസം ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അവിടുത്തെ VSSന്റെ പ്രസിഡന്റും എക്സിക്യൂട്ടീവുകളും ഉണ്ട്. അപ്പോൾ അവരുടെ നേതൃത്വത്തിൽ അവരെ ചുമതലപ്പെടുത്തിയിരുന്നു ഈ ഒരു വർക്ക് സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഫണ്ട് ലഭ്യമാകുന്ന മുറയ്ക്ക് അഞ്ചുരുളി വനസംരക്ഷണ സമിതി മുഖാന്തരം ഇവർക്ക് ചെലവായതിന്റെ ഏതെങ്കിലും തുക കൊടുക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുതിയ കാലത്ത് നമ്മൾ ഇതേപോലെ ചെയ്ത അവർക്ക് നമുക്ക് 1,80,000 രൂപയോളം അവർക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ കൈമാറിയിട്ടുണ്ട്. 350 മീറ്റർ നീളത്തിലാണ് ട്രഞ്ച് നിർമ്മിച്ചിരിക്കുന്നത്. അഞ്ചുരുളി വനസംരക്ഷണ സമിതി മുഖാന്തരം നാട്ടുകാർക്ക് ഇക്കാര്യത്തിൽ ചിലവായ തുക വനംവകുപ്പിൽ നിന്ന് നൽകാൻ ശ്രമിക്കുന്നുണ്ടെന്നും വനപാലകർ പറഞ്ഞു. ട്രഞ്ച് നിർമ്മിച്ചതോടെ പേഴുങ്കണ്ടം മേഖലയിൽ തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വന്യമൃഗശല്യത്തിന് പരിഹാരമാകുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ.